അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നിങ്ങളെല്ലാവരും ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. സ്വിഗ്ഗി സമരത്തിന് പോകുന്നുണ്ട്. അതായത് സ്വിഗ്ഗിയുടെ വർക്കേഴ്സ് എല്ലാവരും കൂടെ സമരത്തിന് പോകുന്നുണ്ട്. സോ അവർ കരിദിനം ആചരിക്കുന്നുണ്ട്. അവർ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കിന് പോകുന്നുണ്ട്. ഇങ്ങനെയെല്ലാം നമ്മൾ റീസെൻ്റ് ആയിട്ട് കേട്ടു. പക്ഷേ എല്ലാവരും എന്താണ് മെയിൻ റീസൺ എന്ന് അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഫീൽഡ് കൂടിയാണ്. കാരണം ആസ് എ ഡെലിവറി പാർട്ട്ണർ, കാരണം നമ്മൾ ഡെലിവറി ബോയ് എന്നല്ല, ഡെലിവറി പാർട്ട്ണർ എന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. അപ്പോൾ ഡെലിവറി പാർട്ട്ണർ എന്ന രീതിയിലേക്ക് ഞാൻ തുറന്ന് കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ. കാരണം ആസ് എ ഡെലിവറി പാർട്ട്ണർ എനിക്കറിയാം ഈ പറയുന്ന ഓരോ 25 രൂപയും ഓരോ 10 രൂപയും ഏൺ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്, അതിനുള്ള വെയിറ്റിംഗ് ടൈം, അതോടൊപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം. കാരണം ഞാൻ രാവിലെ 7 തൊട്ട് രാത്രി 2 വരെ നിന്നിട്ടുണ്ട്. അതോടൊപ്പം പാർട്ട് ടൈം ആയിട്ട് ഓടിയിട്ടുണ്ട്, ഫുൾ ടൈം ആയിട്ട് ഓടിയിട്ടുണ്ട്. ഞാൻ പല ടൈമിൽ സൊമാറ്റോ, സ്വിഗ്ഗി എല്ലാം ഓടിയ ഒരു വ്യക്തിയാണ്. സ്വിഗ്ഗിയുടെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വിഗ്ഗിയുടെ ഡ്രസ്സ് ഇട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഡ്രസ്സ് മാറാൻ ഒരു 2 സെക്കൻഡ്. അപ്പോൾ നമ്മൾ സ്വിഗ്ഗിയുടെ ഡ്രസ്സുമായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഞാനൊരു സ്വിഗ്ഗി ഡെലിവറി പാർട്ട്ണറാണ്. ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രം ഒന്ന് ഓടാറുണ്ട്. പക്ഷേ എന്തുകൊണ്ട് സ്വിഗ്ഗി ഞാൻ ഓടാൻ മടിക്കുന്നു? അതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഓടിയ സമയത്ത് ഞാൻ സ്ക്രീൻഷോട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം അന്ന് എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്യുമെന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഓർഡർ ഏണിങ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. റേറ്റ് കാർഡിൽ വന്ന് 40 രൂപയാണ് 9 കിലോമീറ്റർ ട്രാവൽ ചെയ്തതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 9 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഈ 9 കിലോമീറ്റർ 40 രൂപയോ? പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ 9 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന മാത്രമാണ്, ഇങ്ങോട്ട് വരുന്നതല്ല. ഇങ്ങോട്ട് വീണ്ടും നമ്മുടെ ആ ഒരു സോണിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ 9.1 അല്ലെങ്കിൽ മിനിമം 5 കിലോമീറ്റർ എങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യണം. വളരെ റെയറായിരുന്ന സമയത്ത് മാത്രമേ ലോങ്ങിന് വരുമ്പോൾ ഓർഡർ കണക്ട് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് 9 കിലോമീറ്ററിന് 40 രൂപ എന്ന് പറയുമെങ്കിലും 18 കിലോമീറ്ററിന് 40 രൂപ എന്ന് പറയുന്നതാണ് കറക്റ്റ് ഫാക്റ്റ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, 18 കിലോമീറ്ററിന് 40 രൂപ, 50 കിലോമീറ്ററൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ. ഏകദേശം ഒരു 100 രൂപ 120 രൂപയ്ക്ക് അകത്ത് കിട്ടുമ്പോൾ തന്നെ 100 രൂപയുടെ പെട്രോൾ തീർന്നു, അവിടെ തീർന്നു. പിന്നെ അവിടെ എന്താണ് ലാഭം ഇരിക്കുന്നത്? നമ്മൾ ഇത്രയും ഒരു ദിവസം മൊത്തം നമ്മുടെ ടൈം വേസ്റ്റ് അല്ലേ? അതാണ് ഏറ്റവും വലിയൊരു കാര്യം സ്വിഗ്ഗിയുടെ റേറ്റ് കാർഡ്. പിന്നെ നോക്കിക്കേ, 7 മണിക്കൂർ നിന്ന ഒരു പുള്ളിക്കാരന് കിട്ടിയത് 386 രൂപ മാത്രം. ആലോചിച്ച് നോക്കുക, 7 മണിക്കൂർ 7 മണിക്കൂർ ഡെലിവറി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടിയത് 13 ഓർഡർ ഡെലിവറി ചെയ്തു. 13 ഓർഡർ ഡെലിവറി ആയിട്ട് 386. അപ്പോൾ നമ്മളൊരു 10 വെച്ച് നോക്കിയാൽ പോലും 38 രൂപ. അപ്പം 35 രൂപ സംതിങ്ങേ ഉള്ളൂ ഒരു ഓർഡറിന്. അതിൽ ഏകദേശം ഒരു 5ഓ 8ഓ ഓർഡർ 10 രൂപ വരെയൊക്കെ ഓർഡർ ആയിരിക്കും. നിങ്ങളിപ്പോൾ ചിന്തിക്കുക 10 രൂപയ്ക്കൊക്കെ സ്വിഗ്ഗി ഓർഡർ കൊടുക്കുമെന്ന്. പക്ഷേ കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഷോക്കായിട്ട് നിന്നിട്ടുണ്ട്. കാരണം ഈവൻ സൊമാറ്റോ പോലും 20 രൂപയ്ക്ക് താഴെ നമുക്ക് ഓർഡർ തന്നിട്ടില്ല. ഇപ്പം മൾട്ടി ഓർഡർ അടിക്കുമ്പോൾ കിട്ടും, അല്ലാതെ സിംഗിൾ ഓർഡറിനൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിക്കാണുന്നു. അപ്പോൾ റീസെൻ്റ് ആയിട്ട് 1-2 പേര് സ്വിഗ്ഗിയുടെയൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതൊക്കെ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നുണ്ട്, ആ ബ്രോയുടെ വീഡിയോ ഒക്കെ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ആ പുള്ളി പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. വൈശാഖ് ടോക്സ് എന്ന് പറയുന്ന ഒരു ബ്രോ ഉണ്ട്, സ്വിഗ്ഗി ഓടുന്നതാണ്. ഇവിടെ അല്ല, കോഴിക്കോടാണ്. അപ്പോൾ ഞാൻ TVM ആണ്. ഐ സപ്പോർട്ട് യു ബ്രോ. കാരണം നമ്മൾ ഒരേ ഫീൽഡാണ്. പക്ഷേ ഞാൻ സൊമാറ്റോ ആണ്, ബ്രോ സ്വിഗ്ഗിയാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. സോ ഞാൻ ഇടയ്ക്ക് സ്വിഗ്ഗി ഓടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വിഗ്ഗി പിഴിഞ്ഞ് ജീവിക്കുന്ന കമ്പനി എന്ന് പറഞ്ഞ് പുള്ളി ഒരു തംബ്നെയിലിട്ട് 7 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ പുള്ളിയുടെ ആ ഒരു ഫീല് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്, എങ്ങനെയാണ് സ്വിഗ്ഗി പിഴിഞ്ഞ് ജീവിക്കുന്നതെന്ന്. ചാർജൊക്കെ ഇട്ടിട്ടുണ്ട് സ്വിഗ്ഗി, ഏകദേശം 45 രൂപയൊക്കെ. പക്ഷെ അവിടെ തേപ്പാണ്. കാരണം ഓരോ ടൈം സ്വിഗ്ഗിക്ക് അങ്ങനെ സർജാണ് വരുന്നത്, സൊമാറ്റോയ്ക്ക് സർജ് ഒന്നും വരത്തില്ല. സൊമാറ്റോയ്ക്ക് റെയിൻ സർജാണ് മെയിൻലി വരുന്നത്. പിന്നെ രാത്രി 12 മണിക്ക് ശേഷം അവിടെ 8 രൂപ 6 രൂപ വച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ അനിയൻ ചേട്ടൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സ്വിഗ്ഗി അനിയൻ, സൊമാറ്റോ ചേട്ടൻ, അല്ലെങ്കിൽ സൊമാറ്റോ അനിയൻ സ്വിഗ്ഗി ചേട്ടൻ. കാരണം ഇവർ രണ്ടുപേരും ഏകദേശമൊക്കെ കണക്കാണ്. പക്ഷേ സ്വിഗ്ഗിക്ക് കുറച്ചുകൂടെ ഒരാളെ എങ്ങനെ തേക്കാം എന്ന് നല്ല രീതിയിൽ അറിയാം. സോ അത് ഞാൻ ഓടിയപ്പോൾ നല്ല മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ പുള്ളിക്ക് കിട്ടിയ ഫസ്റ്റ് ഓർഡർ 20 രൂപ. ഒന്ന് നോക്കിയ ഫസ്റ്റ് ഓർഡർ 20 രൂപ. 20 രൂപ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു ഓർഡർ നമ്മൾ 20 രൂപയ്ക്ക് എടുക്കണം. അപ്പോൾ 20 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് പോകണം. അതിനെങ്ങനെ പോലും ഒരു 5 മിനിറ്റ് എടുക്കും. ഹോട്ടലിൽ ചെന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. ചില ഹോട്ടലൊക്കെ വെയിറ്റിംഗ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ 15, 20, 30, 40 മിനിറ്റൊക്കെ നിർത്തിയിരിക്കുന്ന ചടങ്ങുകളുണ്ട്. അപ്പോൾ 40 മിനിറ്റൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ആ വെയിറ്റിംഗ് ടൈം സ്വിഗ്ഗിക്കുണ്ട്. സൊമാറ്റോയ്ക്ക് അതില്ല. പക്ഷേ ആ ഒരു വെയിറ്റിംഗ് ടൈമിന് 25 വരെ മാക്സിമം സ്വിഗ്ഗിക്കുള്ളൂ. അതിൽ കൂടുതലില്ല. അപ്പോൾ രൂ. 25 കിട്ടിക്കഴിഞ്ഞാൽ 25 + 20 45 കിട്ടും. അത് ഏകദേശം 1 മണിക്കൂർ പോയിട്ട് പിന്നെ കസ്റ്റമറുടെ ലൊക്കേഷനും പോയിട്ട് കസ്റ്റമറിനെ വിളിച്ചിട്ട് കറക്റ്റ് സമയത്ത് കസ്റ്റമർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പോണം ഒരു 10, 15 മിനിറ്റ്. നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമില്ല. നമുക്ക് അവിടെ നിൽക്കണം കസ്റ്റമർ എടുക്കുന്നവരെ. സൊമാറ്റോ ആണെങ്കിൽ ഇപ്പോൾ മുട്ടൻ തേപ്പാണ് പറഞ്ഞത്. കാരണം ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിലൊന്നും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാൻ ഒരുപാട് തേപ്പാണ്. അതായത് ആദ്യത്തെ ഒരു 15 മിനിറ്റ് അവിടെ നിൽക്കണം. പിന്നെ ഒരു 10 മിനിറ്റ് വീണ്ടും നിൽക്കണം. എന്നിട്ട് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിലോ കസ്റ്റമർ കെയറിനെ കണക്ട് ചെയ്യണം. അപ്പോൾ 35 മിനിറ്റ് പോകും. നമ്മളെ സമയം പോണതിന് ഇവിടെ ആർക്കും ഒന്നും ഇല്ലല്ലോ. അതാണ് കാരണം എങ്ങനെയൊക്കെ നമുക്ക് ഇൻസെൻറ്റീവ് തേക്കാമോ അതെല്ലാം ഇവർ മാക്സിമം പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ഓർഡർ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ 20 കണ്ടപ്പോൾ 20 അടിക്കാൻ തുടങ്ങിയല്ലേ ഇത്. ഇനി ഇത് ഞാൻ കാണിച്ചു തരാം. സ്വിഗ്ഗിയുടെ ബൾക്ക് ഓർഡർ ഏണിംഗ് ധമാക്ക എന്ന് പറഞ്ഞാൽ അവർ വലിയൊരു പ്രൗഡായിട്ട് കൊടുത്തിരിക്കുകയാണ്. ബൾക്ക് ഓർഡർ 20 കിലോ കൊണ്ടുപോയാൽ 15 രൂപ കൊടുക്കുമെന്ന്. 20 കിലോ. ഇവിടെ സൈക്കിളിൻ്റെ പുറത്ത് ഒരു അരിച്ചാക്ക് വെച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് പിന്നെ 50 രൂപ കൊടുക്കും. അപ്പോഴാണ് ഈ ബൈക്കിൽ 20, 25 കിലോ ഇത്ര ഡിസ്റ്റൻസിൽ കൊണ്ടുപോകണമെങ്കിൽ ഈ 15 രൂപ 20 രൂപയൊക്കെ കൊടുക്കുള്ളൂ അവസ്ഥ. അതും മാക്സിമം 150 രൂപയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ബൾക്ക് അങ്ങനെ ഓടിയിട്ടില്ല. ബൾക്ക് ഒരുപാട് പേര് ഓടി അവർക്കൊക്കെ പ്രോഫിറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ എന്നാലും അവർ ഓവർ എഫേർട്ട് എടുത്തിട്ടൊക്കെയാണ് അവർ ഓടിയിട്ടുള്ളത്. സോ പിന്നെ തൊട്ട് താഴെ ഒരാൾ കമൻറ്റ് ഇട്ടയക്കുന്നു. 24 ഓർഡറിന് 320 രൂപ കിട്ടിയിട്ടുണ്ട്. സൊമാറ്റോയിൽ 18 ഓർഡറിന് 525 ഇൻസെൻറ്റീവ് വന്നത്. സൊമാറ്റോ സോൺ അനുസരിച്ചിട്ട് ഇൻസെൻറ്റീവ് മാറിയും തിരിഞ്ഞുമൊക്കെ വരും. സോ ഈ പുള്ളിയുടെ രണ്ടാമത്തെ ഓർഡർ ഞാൻ കാണിച്ചു തരാം. ആ ഒരു എമൗണ്ട് കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആ ഒരു എമൗണ്ട് എങ്ങനെയാണ് ഇവർ ആ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഇവർക്കെന്താ ഒരു ഡെലിവറി ബോയ്ക്ക് ഇത്ര ചെറിയ എമൗണ്ട് കൊടുക്കുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. 14 രൂപ 14 രൂപ ഓർഡർ അടിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ പുള്ളി പറയും. അടുത്ത ഓർഡർ അടിച്ചു 14 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 14 രൂപയ്ക്കൊക്കെ ഒരു ഓർഡർ. ഒരു മണിക്കൂറിന് അപ്പോൾ 14 രൂപയാണ് കിട്ടുന്നത്. ഇപ്പോൾ സ്വിഗ്ഗി 16 തീയതി മുതൽ മാനേജ്മെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കും ചൂഷണങ്ങൾക്കും എതിരെ തൊഴിലാളികൾ 16/12 മുതൽ സ്വിഗ്ഗി പണിമുടക്കുന്നുണ്ട്. പിന്നെ സമരസമിതിയുണ്ട്. CITU, INTUC, AATUC എല്ലാം ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് സമരം ചെയ്യുന്നത്. ഓൾറെഡി ഇതിൻ്റെ റാലിയും കാര്യങ്ങളും എല്ലാം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 65 രൂപ പെട്രോളിനുണ്ടായിരുന്ന സമയത്തുള്ള റേറ്റ് കാർഡാണ് ഇപ്പോഴും ഇവർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 100 രൂപ പെട്രോളിനുള്ള അതേ റേറ്റ് കാർഡ് നമുക്കിതുവരെ തന്നിട്ടില്ല. നമുക്കിതുവരെ അതിനുള്ളൊരു എമൗണ്ട് കൂടിയിട്ടില്ല. പക്ഷേ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പിന്നെ പലപ്പോഴും ടിപ്പ് മുക്കാറുണ്ട്. പല കസ്റ്റമറും പറയാറുണ്ട്, ബ്രോ ടിപ്പ് തന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ടിപ്പൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കും, ബ്രോ ടിപ്പ് വന്നു. ആ ടിപ്പ് വന്നിട്ടുണ്ടെന്ന് അവർ പറയും. കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ പലപ്പോഴും ടിപ്പ് മുക്കാറുണ്ട്. അതിപ്പം സൊമാറ്റോ ആയാലും ശരി, സ്വിഗ്ഗി ആയാലും ശരി. സോ ടിപ്പ് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ കയ്യിൽ കൊടുക്കാൻ ശ്രമിക്കുക. അതിപ്പോൾ നിങ്ങളുടെ 10 രൂപ ആയാലും ശരി, 20 രൂപ ആയാലും ശരി, നിങ്ങൾ കയ്യിൽ ആ ഒരു ഡെലിവറി ബോയ്ക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഇവർ പറയും ആപ്പിൻ്റെ ഗ്ലിച്ചാണ് അല്ലെങ്കിൽ ആപ്പിൻ്റെ എററാണെന്നൊക്കെ പറയും. ഒരു കാര്യവുമില്ല. ഇത് മറ്റൊരാൾ ഓടിയിട്ടുള്ള ഒരു കാർഡാണ്. 7.5 മണിക്കൂർ ഓടി 9 ഓർഡർ എടുത്തു 267. സോ ഇവരൊക്കെ ഏത് കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്? 250 രൂപയ്ക്ക് വേണ്ടി രാവിലെ തൊട്ട് രാത്രി വരെ നിൽക്കണം എന്നാണോ ഇവർ പറയുന്നത്? എൻ്റെ ചോദ്യം അതാണ്. 250 രൂപയും തന്നിട്ട് ഒരു മിനിമം ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു മിനിമം പേ നിങ്ങൾ ഇത്ര മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് സൊമാറ്റോ ഓർ സ്വിഗ്ഗി തരുന്നു. മനസ്സിലായില്ലേ? ഇത്ര മണിക്കൂർ ഓർഡർ തരുന്നതും തരാത്തതോ അവരാണ്, അല്ലാതെ നമ്മളല്ല. കാരണം നമ്മൾ രാവിലെ മുതൽ കയറി നിന്നിട്ട് വൈകുന്നേരം വരെ നമ്മൾ ആ ഒരു സോണിലുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ അടിക്കാത്തതിൻ്റെ കാരണം അത് നമ്മുടെ കുറ്റമല്ല. അത് സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗിയുടെ കുറ്റമാണ്. ഇനി നെക്സ്റ്റ് പറയാനുള്ള കാര്യം ലേറ്റ് ടൈമാണ്. ഏറ്റവും കൂടുതൽ ലേറ്റ് ആക്കുന്ന കാര്യം. ഇപ്പോൾ ഞാനിതാ ഈ ഷെയർ ചെയ്യുന്നത് 83 മിനിറ്റ് ഒരു ഹോട്ടലിൽ ലേറ്റ് ചെയ്യുകയാണ്. ഒരു ഹോട്ടൽ 10 12 മിനിറ്റ് കഴിഞ്ഞ് ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ ചെയ്ത് വിടാനുള്ള ഒരു ഓപ്ഷൻ സ്വിഗ്ഗിയിലില്ല. പക്ഷേ സൊമാറ്റോയിലുണ്ട്. സോ അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവരണം എന്നത് സ്വിഗ്ഗിയുടെ ഒരു ആവശ്യമാണ്. കാരണം നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടൈമിന് വാല്യൂ തരിക. സ്വിഗ്ഗിയുടെ പണിമുടക്ക് ഏതൊക്കെ സ്റ്റേജസ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 6 തീയതി, 11 തീയതി, പിന്നെ 16 മുതൽ അനിശ്ചിതകാല പണിമുടക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 6 തീയതി ഉള്ളത് കഴിഞ്ഞായിരുന്നു. 11 തീയതി ഉള്ളതും കഴിഞ്ഞായിരുന്നു. ഇനി 16 തീയതി രാത്രി 12 മണി മുതൽ, അതായത് രാവിലെ, അതായത് 16 തീയതി തുടങ്ങുന്ന ആ ഒരു ടൈം മുതൽ പണിമുടക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാനത് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. 6 തീയതി ലേബർ ഓഫീസിലേക്ക് രാവിലെ 10 മണി വാഹന പ്രചരണ ജാഥ. 11 തീയതി സ്വിഗ്ഗി ഓഫീസിലേക്ക് വൈകുന്നേരം 3 മണി വാഹന പ്രചരണ ജാഥ. 16 തീയതി ദിവസാരംഭം രാത്രി വെളുപ്പിന് 12 മണി തൊട്ട് നമ്മൾ
അപ്പോൾ 16-ാം തീയതി മുതൽ തിരുവനന്തപുരം, പത്തനംതിട്ട, കോഴിക്കോട്, തൃശ്ശൂർ എന്നീ ജില്ലകളിൽ ഈ പറയുന്ന സ്വിഗ്ഗിയുടെ അനിശ്ചിതകാല പണിമുടക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് ജില്ലകൾ വന്നിട്ടുണ്ടോ, എറണാകുളം, കൊല്ലമൊക്കെ വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതുവരെയുള്ള റീസെൻ്റ് അപ്ഡേറ്റ്സിൽ നമുക്കിതാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലുള്ള ഒരുപാട് സ്വിഗ്ഗി ഓടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കമ്പനി എന്ന് പറയുന്നത് അവർ നമ്മളെ ഒരു വർക്കറായിട്ട് പോലും കണ്ടിട്ടില്ല. ഇപ്പോൾ സൊമാറ്റോ ആണെങ്കിലും സ്വിഗ്ഗി ആണെങ്കിലും അവർ ഡെലിവറി പാർട്ട്ണർ എന്ന് പറയുന്ന അല്ലാതെ ഒരു വർക്കറാണെന്ന് പോലും കണ്ടിട്ടില്ല. ഒരു വർക്കറിന് ആവശ്യമായ ഒരു കാര്യങ്ങളും നമുക്ക് തന്നിട്ടില്ല. ആകെ ഒരു ഇൻഷുറൻസ് അവരെടുത്ത് വച്ചിട്ടുണ്ട്. അത് ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. നമ്മൾ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഹോസ്പിറ്റലിൽ ചേർന്ന് അതിന് ശേഷം നമ്മൾ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, എഫ്ഐആർ കോപ്പി, ടോട്ടൽ ബില്ല് എല്ലാം കണക്കെടുത്ത് അവർക്ക് അയച്ചു കൊടുത്ത് അവരത് അപ്രൂവ് ചെയ്ത് അവർ മാക്സിമം അപ്രൂവ് ചെയ്യാതിരിക്കാൻ നോക്കും. ഒരുപാട് കടമ്പകളാണ് അതിൽ. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ആനുകൂല്യമാണ് ഇവർ തരുന്നത്? എന്നിട്ട് പേയ്മെൻറ്റിലും കൈവയ്ക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ. പേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ. പേയ്മെൻറ്റിലെന്ന് പറയുമ്പോഴത്തേക്കും 10 രൂപ 14 രൂപയൊക്കെ ഓർഡർ. അത് കസ്റ്റമറിൽ നിന്ന് വാങ്ങിക്കുന്ന 30 35 ഒക്കെ ആയിരിക്കും. മഴ ഉണ്ടെങ്കിൽ 25 രൂപ എക്സ്ട്രാ കിട്ടും. അതും മഴ സമയത്ത് മിക്കപ്പോഴും തേപ്പ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് മഴയുടെ റെയിൻ സർജ് ഓണാക്കും. കുറച്ച് സമയത്തേക്ക് ആർക്കും ഓർഡർ അടിക്കത്തില്ല. റെയിൻ സർജ് ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ ഓഫാക്കും. എന്നിട്ട് എല്ലാവർക്കും ചറപറ ഓർഡർ അടിക്കും. എന്നിട്ട് വീണ്ടും റെയിൻ സർജ് ഓണാക്കിയിടും. അപ്പം നമുക്ക് ആ ഓർഡർ അടിക്കുന്ന സമയത്ത് റെയിൻ സർജ് കിട്ടത്തില്ല. അതായത് നല്ല പെരുമഴ ഫുള്ള് നനഞ്ഞ് കൊടുത്തിട്ട് എനിക്ക് എത്രയോ ഓർഡറിന് റെയിൻ സർജ് കിട്ടിയിട്ടില്ല. പലപ്പോഴും ടിക്കറ്റ് റൈസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ ആ സമയത്ത് മഴയിലല്ലായിരുന്നു. പിന്നെ ഞാൻ നനഞ്ഞുകൊണ്ട് പോയി എനിക്ക് ഓർമ്മയില്ലേ മഴ നനഞ്ഞെന്ന്. പിന്നെ നമുക്ക് ഇനി ഈ പറയുന്ന ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ അല്ലെങ്കിൽ അവർക്ക് ടിക്കറ്റ് റൈസ് ചെയ്യുമ്പോൾ എൻ്റെ ഈ മഴ നനഞ്ഞ തുണി അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പിന്നെ കസ്റ്റമർ ആണെങ്കിൽ അതും നോക്കണ്ട. പിന്നെ ചില കസ്റ്റമേഴ്സിനൊക്കെ ഭയങ്കര ദേഷ്യം വാശിയൊക്കെയാണ്. കാരണം ഒരു 5 മിനിറ്റ് താമസിച്ചാൽ നമുക്ക് ഈ ബ്ലോക്കിൽ പെട്ട ഒരു 5 മിനിറ്റ് താമസിച്ചാൽ അവരുടനെ വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുവാണ്. പിന്നെ അവിടുന്ന് ആൾ വരും. എന്ത് താമസിച്ചത്? എന്ത് സിഗ്നലിൽ നിൽക്കുന്ന താമസിക്കത്തില്ലേ? നമ്മുടെ റോഡുകളാണ്. എപ്പോൾ വേണോ ഒരു പാർട്ടിയുടെ മീറ്റിംഗ് നടക്കാം. അങ്ങനെ വല്ലതും നടക്കുകയാണെങ്കിൽ മൊത്തം ബ്ലോക്കാണ് മിക്കപ്പോഴും. പിന്നെ പല റോഡുകളിലും ആക്സിഡൻറ്റ് നടക്കാം. അപ്പോഴും ബ്ലോക്കാണ്. ഇതൊക്കെ അവർ മനസ്സിലാക്കുന്നില്ല. പിന്നെ ചില കസ്റ്റമേഴ്സ് അയ്യോ! അവരങ്ങ് മറ്റേ ഫോണും വെച്ചിട്ട് അങ്ങ് നിൽക്കും. ഒരു 2 മണിക്കൂർ നമ്മളെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാനായിട്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. സോ ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണം. സൊമാറ്റോയുടെ എംഡി കുറച്ച് മോളിൽ കയറി പോയിട്ട് ഷോ കാണിച്ച പോലെ അല്ല. സോ പുള്ളി എടുത്ത ഇനിഷ്യേറ്റീവ് കൊള്ളാം. ബട്ട് അതൊരു റിയൽ സൊമാറ്റോ ഓർ സ്വിഗ്ഗി ഓടുന്ന ഒരു ഡെലിവറിക്കാരൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തോന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇപ്പോൾ മാളിൽ ഫ്രണ്ട് ഡോറിൽ കൂടെ പോണ്ട, അത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. അത് നമുക്ക് വേണ്ട. നമുക്ക് ബാക്കിൽ വേറെ നല്ല ഡോറുകളുണ്ട് മാളിൽ പോകാനായിട്ട്. അവർ ലിഫ്റ്റ് സൗകര്യം ബാക്കിൽ തരണമെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ആ ഫ്രണ്ടിൽ കൂടെ പോയി ആൾക്കാരുടെ ഇടയിൽ കൂടെ പോകുന്നതിനേക്കാളും നമുക്ക് ബാക്കിൽ കൂടെ സ്വസ്ഥമായിട്ട് ആരും ഇല്ലാതെ പോയി അതാത് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ച് തിരിച്ച് താഴെ ഇറങ്ങി നമുക്ക് പോകാം. നമുക്ക് പ്രത്യേകം ഇപ്പം ട്രിവാൻഡ്രത്ത് ലുലു ആയാലും MOT ആണെങ്കിലും അവർ ബാക്ക് സൈഡ് നമുക്ക് നല്ല സ്പേസ് തരുന്നുണ്ട്. അപ്പോൾ അതേപോലെ മറ്റ് മാളുകൾ വച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ചില കടക്കാർക്ക് അവരുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യുന്നതിനോട് അടിയും വഴക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ 2 3 തവണ അതിന് അടിയും വഴക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് പിന്നെ നമ്മളെവിടെ വണ്ടി പാർക്ക് ചെയ്യണം? അതായത് അവരുടെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഒരു ഡെലിവറി ആയിട്ട് കൊണ്ടുപോകുന്നതിന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അവർക്ക് അത്യാവശ്യം നല്ല ഫണ്ട് കിട്ടുന്നത് ഈ പറയുന്നൊരു ഓർഡേഴ്സാണ്. അതായത് ഒരു ദിവസം അവിടെ ആ ഒരു ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാരുടെ 3 4 5 ഇരട്ടിയായിരിക്കും ഇതേപോലെ ഡെലിവറി പാർട്ട്നേഴ്സ് കൊണ്ടുപോയിട്ട് അവർക്ക് കിട്ടുന്നത്. സോ അവരത് നോക്കുന്നില്ല. പിന്നെ ഈ ആപ്പുകൾ മാക്സിമം ഹോട്ടലുകാരെയും ചൂഷണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഇത് അവർക്കും ഉണ്ട്. ചില ഹോട്ടൽസൊക്കെ ചില ദിവസങ്ങളിൽ ഓഫാക്കി അങ്ങിടും. എന്ന് വെച്ചാൽ അവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം അത് ഓപ്പണായിട്ട് വെട്ടിത്തുറന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിരിയാണിക്ക് 130 ആണെങ്കിൽ ഈ ആപ്പിൽ 170 180 ആയിരിക്കും. അപ്പോൾ അത് ഹോട്ടലുകാരൻ നോക്കുമ്പോൾ അവർക്ക് തന്നെ അറിഞ്ഞൂടെ, അപ്പോഴന്നെ ഒരു 50 രൂപ എക്സ്ട്രാ ആണ് ഈ പറയുന്ന സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള ആപ്പുകൾ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത്. എന്നിട്ടും നമ്മുടെ പേയ്മെൻറ്റിൽ അവർ കൈവയ്ക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ പേയ്മെൻറ്റിൽ, അതായത് നമുക്ക് കസ്റ്റമർ 25 രൂപ 30 രൂപ ഡെലിവറി ചാർജ് പറഞ്ഞതിന് അതിനെ വീണ്ടും 5 രൂപ 10 രൂപയൊക്കെ കുറച്ചിട്ടായിരിക്കും അവർ തരാൻ പോകുന്നത്. ഇതൊക്കെ ചെയ്തിട്ടും സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ കിടന്ന് ഓടുന്നത് നമുക്ക് ആ ഒരു ഫീൽഡ് ഇഷ്ടമായതുകൊണ്ടാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ഡെലിവറി ജോബ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ കുറച്ച് പേര് ഇഷ്ടമില്ലാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത ഹോപ്പും കളഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്.
സോ അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഫാമിലി ഇല്ല. ഞാൻ സിംഗിളാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഓക്കെ. ഇന്നൊരു രൂ. 1000 ഓക്കെ. പക്ഷെ അങ്ങനെയല്ല ഒരു ഫാമിലിയിലോട്ടൊക്കെ കയറുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ചെലവുകൾ കാണും. അവർ ഈ പറയുന്ന മന്ത്ലി 30,000 ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10,000 പെട്രോളിന് കൊടുക്കണം. പിന്നെ ബാക്കി അവരുടെ ഫുഡിന് പോവും. പിന്നെ ബാക്കി വണ്ടി പണി പോവും. അത് കഴിഞ്ഞിട്ട് ഒരു 15,000 അകത്ത് മാത്രമേ അവരുടെ കയ്യിലിരിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ തന്നെ 1,00,000 ചലഞ്ച് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്താണ്? കാരണം 1,00,000 നമുക്ക് 100 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിലെങ്ങനെ പോയാലും അത്യാവശ്യം ഒരു 25,000-30,000 പെട്രോൾ ഓടിക്കുന്ന വണ്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പോവും. പിന്നെ വണ്ടി പണി. 1 മാസം 2 തവണ വണ്ടി പണി വരും. പിന്നെ വണ്ടി സർവീസ് വരും. പിന്നെ ബാക്കിയുള്ള പൈസയിൽ ഇപ്പോൾ ഫുൾ ഡേ നിൽക്കുകയാണെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കണം. അല്ലാതെ വീട്ടിൽ പോയിട്ട് കഴിച്ചിട്ട് തിരിച്ച് പോകുന്നത് അത് നടക്കത്തില്ല. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ CNG ബൈക്കിലോട്ട് കയറിയത്. കാരണം അതെനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ട്. കുറേ പേര് പറയും, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ബൈക്കിൽ ഓടിക്കൂടെ? ചിന്തിക്ക് ബ്രോ, ചിന്തിക്ക്. ഇലക്ട്രിക് ബൈക്ക് 100 കിലോമീറ്റർ. ഇവരൊരു 5 ഓർഡർ അടിച്ച് വിടുമ്പോൾ 100 കിലോമീറ്റർ തീരും. 5 ഓർഡറിന് രൂ. 200 150 കിട്ടും. അപ്പോഴത്തേക്ക് ഇലക്ട്രിക് ബൈക്ക് പടമാവും. പിന്നെ നമുക്ക് ഫുൾ ഡേ എങ്ങനെ നിൽക്കാൻ പറ്റും? പല ഇലക്ട്രിക് ബൈക്കും അരമണിക്കൂർ, 1 മണിക്കൂറും ചിലതൊക്കെ 3, 4 മണിക്കൂറാണ് ചാർജിങ്ങിന് വരുന്നത്. അപ്പോൾ ഇലക്ട്രിക് ബൈക്ക് കൊടുക്കുന്നവർക്ക് ചെറിയ ഓർഡേഴ്സ് കൊടുത്താൽ ഒരു 15, 20 ഓർഡറൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ഡെലിവറി ബോയ് കംപ്ലീറ്റ് അങ്ങ് ടയേർഡ്. അത് ഓടിയിട്ടുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഒരു 15-20 ഓർഡർ അല്ലെങ്കിൽ 25 ഓർഡറൊക്കെ എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് നമ്മൾ ടയേർഡായിട്ട്, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, ഡിപ്രസ്ഡ് ആവും. അടുപ്പിച്ച് ഒരാഴ്ച ഓടിക്കഴിഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ജീവിതം വെറുത്തു പോകും. കാരണം ഞാനങ്ങനെ ഓടിയിട്ടുണ്ട്. അടുപ്പിച്ച് ഒരാഴ്ച പേയ്മെൻറ്റ് കിട്ടും. അടുപ്പിച്ചൊരു 12,000 10,000 പേയ്മെൻറ്റ് കിട്ടും. പക്ഷെ പിന്നെ അടുത്ത 2 ആഴ്ചത്തേക്ക് ലീവ് എടുത്തേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല മുട്ടൻ പണി ബാക്കിന് കുറുക്കിന് കിട്ടും. പുള്ളി പറയുന്നത് കേട്ടിട്ടുണ്ട്. പുള്ളി 4 വർഷം അടുപ്പിച്ച് ഓടിയിട്ട് പൈൽസ് വന്നെന്ന്. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും ആരും ഒരിടത്തും പറയുന്നില്ല. സോ ആസ് എ ഡെലിവറി പാർട്ട്ണർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ മാക്സിമം കമ്പനി ഈ പറയുന്ന ആവശ്യങ്ങൾ മെജോറിറ്റി അംഗീകരിക്കുക. പിന്നെ പേയ്മെൻറ്റ് കുറച്ച് കൂട്ടിത്തരിക. അതായത് നോർമലി 10 രൂപയുടെ 25 രൂപയുടെയൊക്കെ കാലം കഴിഞ്ഞു. അതൊന്ന് മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 35 ഓർ 40 രൂപ ഇന്നത്തെ പെട്രോളിൻ്റെ വാല്യൂവിൽ അതെങ്കിലും ഒന്ന് കൊടുക്കാൻ നോക്കുക. പിന്നെ കുറച്ച് ഡെലിവറി പാർട്ട്നേഴ്സ് ഉണ്ട്, നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള അവരെ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ അവർ പിന്നെ ഒരു ഇതിൽ തന്നെ സ്ഥിരമായിട്ട് ഒരുപാട് പേര് നിൽക്കുന്നില്ല. കുറച്ച് നാൾ നിന്നിട്ട് അവർ കളഞ്ഞിട്ട് പോകും. അതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നങ്ങൾ പുറം ലോകം അറിയുന്നില്ല. പിന്നെ ഇതെല്ലാം മൾട്ടിനാഷണൽ കമ്പനികൾ, ഇവരെല്ലാം മാക്സിമം നമ്മളെയൊക്കെ ചൂഷണം ചെയ്താണ് അവരൊക്കെ ജീവിക്കുന്നത്. കാരണം ഗവൺമെൻറ് ഇവിടെ കേരള ഗവൺമെൻറ് ഡെലിവറി പാർട്ട്നേഴ്സിന് വേണ്ടി ഒരു ബില്ല് പാസ്സാക്കാമെന്ന് വെച്ചിട്ട് അത് ഇപ്പം ഹോൾഡിംഗ് ആണെന്നാണ് കേട്ടത്. അതൊക്കെ ഇനി എന്ന് വരുമോ ആവോ, ഐ ഡോണ്ട് നോ. പിന്നെ ഡെലിവറി പാർട്ട്നേഴ്സിനോട് ചോദിച്ച് സർവേ ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുക. അല്ലാതെ കമ്പനിയോട് ചോദിച്ചിട്ടും കമ്പനിയുടെ ഓഫീസിനകത്തിരുന്ന് സ്വന്തമായിട്ട് ഇഷ്ടത്തിന് സർവേ നോക്കിയിട്ടുമല്ല തീരുമാനിക്കാനുള്ളത്. ഗ്രൗണ്ടിലേക്ക് വന്ന് ഓരോ ആൾക്കാരും ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു പബ്ലിക് ടോയ്ലറ്റ് ഇവിടെ വളരെ കുറവാണ്. കുറേ ഈ ടോയ്ലറ്റൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ എല്ലാം പൂട്ടിക്കിടക്കുവാണ്. സോ നമുക്കിപ്പോൾ ഒരു ഡെലിവറി ബോയ് എന്ന രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു ചെറിയ സ്പേസ്, ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിൽ ഒരു നല്ലൊരു പാർക്കോ അങ്ങനെയുള്ള ഒന്നും ഇല്ല. ചുമ്മാ കുറേ ഷോ ഓഫ് ഉണ്ടെന്നല്ലാതെ, പക്ഷെ അവിടെ ഓവർ പബ്ലിക്കുമായിട്ട് കുറേ ബഹളവും ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ നമുക്കൊരു പ്രൈവറ്റ് സ്പേസോ അങ്ങനെ ഒരു കുറച്ച് സമയം നിൽക്കാനോ ഇരിക്കാനോ നമ്മുടെ ഒരു പ്രൈവസിയിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടങ്ങിയിരിക്കാനുള്ള സ്പേസൊക്കെ വളരെ കുറവാണ്. പിന്നെ ഒരു ഡെലിവറി ബോയ് ബാഗും തൂക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ എല്ലാവരുടെ ഒരു നോട്ടമുണ്ട്. ആ, ഇതോ കണ്ടില്ലേ, അവൻ ലൈഫിൽ ഒന്നും ആവാതെ ഡെലിവറി ബോയ് ആയിട്ട് പോകണമെന്ന് പറഞ്ഞൊരു നോട്ടമുണ്ട്. നമുക്ക് ആ നോട്ടത്തിൽ അറിയാൻ പറ്റും ഓരോ ആൾക്കാരുടെ തോട്ട് എന്താണെന്ന്. കുറേ ആൾക്കാർക്ക് ഭയങ്കര പുച്ഛമാണ്. അവർ പിന്നെ വെളിയിൽ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് പേര് നന്നായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട്, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, നല്ലതായിട്ട് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഒരു ഹാപ്പിയാണ് ഉള്ളിൽ നിന്ന്. നല്ലൊരു കസ്റ്റമർ. ചില വീട്ടിലൊക്കെ ചോദിക്കാറുണ്ട്, ഫുഡ് കഴിച്ചായിരുന്നോ, വെള്ളം കുടിച്ചായിരുന്നോ. ചില ചേച്ചിമാരൊക്കെ നല്ല ടിപ്പ് തരും. ചേട്ടന്മാരും ചേച്ചിമാരെല്ലാം ടിപ്പൊക്കെ തരണം. ടിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ, ബ്രോ സോറി കേട്ടോ, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി സോറി, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നതായിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ എന്തൊന്നോ പോലെ ഒരുമാതിരി ഒരു അന്യഗ്രഹ ജീവിയെ നോക്കുന്ന പോലെയൊക്കെയാണ് നമ്മളെ നോക്കുന്നത്. ഇതെല്ലാം സഹിച്ച് നമ്മൾ ഓടുന്നത് ഈ വർക്കിനോടുള്ള പാഷനും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. സോ കമ്പനി മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ എനിവേ, ഇത്രയും നേരം എൻ്റെ ഈ ഒരു ടോക്ക് കേട്ടോണ്ടിരുന്ന എല്ലാവരോടും താങ്ക്സ്. സോ ഇപ്പോൾ റീസെൻ്റായിട്ട് സമരം വരാൻ പോവാണ്. അപ്പോൾ 16-ാം തീയതി എന്താണ് അപ്ഡേറ്റ് എന്ന് നോക്കട്ടെ. അപ്ഡേറ്റ് അറിയുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യാം. പിന്നെ ഞാൻ ഒരു സൊമാറ്റോ ബോയ് ആണ്. സോ ഞാൻ സൊമാറ്റോയിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ സ്വിഗ്ഗിയിൽ ബെനിഫിറ്റ് വന്നാൽ സൊമാറ്റോയിലും ബെനിഫിറ്റ് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതുകൊണ്ട് ഫുൾ സപ്പോർട്ടും എൻ്റെ വക ഉണ്ടാവുന്നതാണ്.
സോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ഇനി ഇതേപോലെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ സ്വിഗ്ഗിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് സ്വിഗ്ഗി ഓടുന്ന ഡെലിവറി ബോയ്സിന് എൻ്റെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. ഞാൻ പറ്റുന്ന വീഡിയോസൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.